നമസ്കാരം. നമ്മളുടെയൊക്കെ ജീവിതത്തിലെ ഇടയ്ക്കിടെ നമ്മളെയൊക്കെ ആകെ നിരാശയിലേക്ക് തള്ളിവിടുന്ന ചില സാഹചര്യങ്ങൾ, സംഭവങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട് അല്ലേ? ഇത്തരത്തിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ജീവിത സാഹചര്യങ്ങൾ നമ്മൾ പെട്ടുപോയാൽ നമ്മൾ ജീവിതത്തിൽ പകച്ചു നിൽക്കുകയും വല്ലാത്ത നിസ്സഹായാവസ്ഥ അനുഭവിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ അപ്രതീക്ഷിതമായി ഇത്തരത്തിലുള്ള നെഗറ്റീവ് സാഹചര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നാം എങ്ങനെയാണ് അതിൽ നിന്ന് പുറത്തു കടക്കുക? അതാണ് പലർക്കും അറിയാൻ കഴിയാത്തത്. ഇത്തരത്തിലുള്ള രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഒന്ന്, ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി നിങ്ങൾ വന്നുപെടുന്ന ചില നെഗറ്റീവ് സാഹചര്യങ്ങളിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാം എന്നുള്ളതും. രണ്ടാമത്തെ കാര്യം, ഇത്തരത്തിലുള്ള നെഗറ്റീവ് സാഹചര്യങ്ങളിൽ പെടാതിരിക്കാൻ നിങ്ങൾ എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കണം എന്നുള്ളതുമാണ്. ഇത് പറയുന്നതിന് മുൻപേ ആദ്യമേ തന്നെ ഒരു കാര്യം വ്യക്തമായി പറയട്ടെ. നിങ്ങളിൽ ഓരോരുത്തരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ പ്രത്യേക നെഗറ്റീവ് സാഹചര്യം എന്താണ് എന്ന് എനിക്കറിയാത്തതുകൊണ്ട് വ്യക്തിപരമായി ഓരോരുത്തരുടെയും സാഹചര്യങ്ങളെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കാൻ അല്ലെങ്കിൽ ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ എനിക്ക് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ സാധിക്കാത്തതുകൊണ്ട് ലോകോത്തര രീതിയിൽ നിർവചിക്കപ്പെട്ടിട്ടുള്ള പൊതുവായ നെഗറ്റീവ് സാഹചര്യങ്ങളെ തരണം ചെയ്യുന്നതിനുള്ള പൊതുവായ നമ്മളുടെ ജീവിതത്തിൽ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ മാത്രമേ എനിക്കിവിടെ വിശദീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. അതല്ല എങ്കിൽ അവരവരുടെ പ്രത്യേക പ്രശ്ന പരിഹാരത്തിനായി ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെട്ട് പേഴ്സണൽ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്ത് എൻ്റെ അടുത്ത് നേരിട്ട് വരേണ്ടതായിട്ട് വരും. ഇനി കാര്യത്തിലേക്ക് വന്നാൽ ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം. അത് മറ്റൊന്നുമല്ല, നിങ്ങൾക്കുണ്ടായ നെഗറ്റീവ് സാഹചര്യങ്ങളല്ല നിങ്ങളെ തളർത്തുന്നത്, മറിച്ച് ആ സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങളിലുണ്ടാകുന്ന നെഗറ്റീവ് ഇമോഷൻസ് ആണ് നിങ്ങളെ തളർത്തുന്നത് എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനമാണ്. ഇത് ആദ്യമേ തന്നെ നോട്ട് ചെയ്തു വെച്ചോളൂ. നിങ്ങളുടെ ഇമോഷൻസ് ആണ് നിങ്ങളെ തളർത്തുന്നതും വളർത്തുന്നതും. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക കാര്യം എടുത്തു പറയട്ടെ. നിങ്ങളുടെ ഇമോഷൻസ് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നൊക്കെ തീരുമാനിക്കാൻ നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാമെങ്കിലോ, നിങ്ങളുടെയൊക്കെ ഇമോഷൻസിൻ്റെ സ്റ്റിയറിങ്ങും ഗിയറും ബ്രേക്കും ആക്സിലേറ്ററും ഒക്കെ പൂർണ്ണമായും നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന ഒരു അവസ്ഥയുണ്ടായാലോ, അതിനുശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഏത് സാഹചര്യമാണോ സംഭവിക്കുന്നത് എന്നതിനെ ഒന്നും പരിഗണിക്കാതെ തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായും പോസിറ്റീവായി നിലനിൽക്കാൻ സാധിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ നന്നായിരിക്കും അല്ലേ? എന്നാൽ അതിനുതകുന്ന ചില രഹസ്യ വിദ്യകളാണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. അതിനായി ചിലതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രാക്ടീസാണ് അവോയ്ഡിങ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. അതായത് നിങ്ങൾ ചില സാഹചര്യങ്ങളിൽ ചില വ്യക്തികളെ, ചില സ്ഥലങ്ങളെ, ചില കാര്യങ്ങളെയൊക്കെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. അതിപ്പോൾ ആരായിരുന്നാലും എന്തായിരുന്നാലും ശരി, നിങ്ങളുടെ ജീവിതം അപകടത്തിലാക്കുന്ന വ്യക്തിയാണ് എന്ന് മനസ്സിലായാൽ പിന്നെ, അല്ലെങ്കിൽ ആ വ്യക്തിയോ സാഹചര്യങ്ങളോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഉപകാരപ്പെടില്ല, പകരം തടസ്സങ്ങൾ മാത്രം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും എന്നുകൂടി ബോധ്യപ്പെടുകയാണെങ്കിൽ അതിനെ തീർച്ചയായും അവോയ്ഡ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ നെഗറ്റീവ് ഇമോഷൻസ് നിങ്ങളിലേക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അടുത്തതായി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആഡിങ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചിലതിനെയൊക്കെ അവോയ്ഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ചിലതിനെയൊക്കെ നിങ്ങളിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടേണ്ടതുണ്ട് എന്നതുകൂടിയാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ചിലതിനെയൊക്കെ പുതിയതായി കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിൽ വളരെ ചെറിയ കാര്യങ്ങളെ മാത്രം ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തി തരാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റൊന്നുമല്ല, പ്രാക്ടീസ് സേയിങ് പോസിറ്റീവ് തിങ്സ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ, നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എന്നിവരോടൊപ്പം എല്ലാം നിങ്ങൾ സംസാരിക്കുമ്പോൾ എപ്പോഴും പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം, അല്ലെങ്കിൽ പോസിറ്റീവ് വാക്കുകൾ മാത്രം ഉപയോഗിക്കാൻ, സംസാരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, ആരെങ്കിലും നിങ്ങളോട് നെഗറ്റീവ് സംസാരിക്കുകയാണെങ്കിൽ, അതുമല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും കുറ്റങ്ങൾ, ഗോസിപ്പുകൾ ഒക്കെ മാത്രം സംസാരിക്കുകയാണെങ്കിൽ, നിങ്ങൾ അവരോട് വളരെ സൗമ്യമായി, ഓപ്പണായി, എനിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാൻ അല്ലെങ്കിൽ കേൾക്കാൻ താല്പര്യമില്ല,
അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത് സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറയാൻ സാധിക്കണം. അതിൽ നമ്മൾ ഒരിക്കലും മടി വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളുടെ മനസ്സ് എപ്പോഴും പോസിറ്റീവായി സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ജീവിത ധർമ്മം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പോസിറ്റീവ് ചിന്തകൾ ഇംപ്രൂവ്സ് പോസിറ്റീവ് റിസൾട്ട്സ് എന്നുള്ളതാണ്. അതായത് നമ്മളുടെ മനസ്സിലുണ്ടാവുന്ന പോസിറ്റീവ് ഇമോഷൻസിനും നെഗറ്റീവ് ഇമോഷൻസിനും നമ്മളുടെ ജീവിതത്തെ നിയന്ത്രിക്കാനുള്ള ശക്തിയുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഇന്ധനമാണ് പോസിറ്റീവ് ചിന്തകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിലുണ്ടാകുന്ന നെഗറ്റീവ് തോട്ട്സിന് നമ്മളുടെ ജീവിതത്തെ നെഗറ്റീവാക്കി മാറ്റാനും നമ്മളിലുണ്ടാകുന്ന പോസിറ്റീവ് തോട്ട്സിന് നമ്മളുടെ ജീവിതത്തെ പോസിറ്റീവാക്കി മാറ്റാനുമുള്ള കഴിവുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. ഈ കാര്യം നിങ്ങൾ ആദ്യമേ അംഗീകരിച്ചേ മതിയാവൂ. അതുകൊണ്ട് തന്നെ എപ്പോഴും പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക, സംസാരിക്കുക. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ചിന്തിക്കാം, ഇപ്പോൾ നമ്മളുടെ ജീവിതത്തിൻ്റെ മുൻപിൽ വരുന്ന കാര്യങ്ങൾ വെറും നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമാണെങ്കിൽ എങ്ങനെ നിങ്ങളുടെ ചിന്തകളെയും ഇമോഷൻസിനെയും പോസിറ്റീവായി നിലനിർത്താമെന്ന്. അതിനായി ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് തീർച്ചയായും പറ്റും. അത് മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് ആ വ്യക്തിയെയോ കാര്യത്തെയോ സാഹചര്യത്തെയോ ഉപേക്ഷിച്ച് മറ്റൊരിടത്തേക്ക് പോകാൻ പറ്റും. അതായത് നിങ്ങളുടെ ജീവിതം മുഴുവനായും നെഗറ്റീവായി മാറുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ മറ്റൊന്നിനും നിങ്ങൾ വില കൊടുക്കാൻ പാടില്ല, പ്രാധാന്യം കൊടുക്കരുത്. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് മാത്രമാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. കാരണം നിങ്ങളില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ കാണുന്ന മറ്റൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നുള്ളതല്ലേ വസ്തുത. അതുകൊണ്ട് തന്നെ ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ രക്ഷിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നെഗറ്റീവ് ആളുകളിൽ നിന്ന് അകലം പാലിക്കുക എന്നുള്ളതാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച കാര്യം തന്നെയാണ് കേട്ടോ. അത്തരത്തിലുള്ള ആളുകളെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ അകറ്റി നിർത്താൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട്. അത് മറ്റൊന്നുമല്ല, ചിലപ്പോൾ എല്ലാ ആളുകളെയും അങ്ങനെ മാറ്റി നിർത്താൻ, അവോയ്ഡ് ചെയ്യാൻ നമുക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. കാരണം ചിലപ്പോൾ അവർ നമ്മളുടെ കുടുംബത്തിലുള്ള അടുത്ത ബന്ധുത്വത്തിലുള്ള ചില ആളുകളൊക്കെ ആവാം ഒരുപക്ഷെങ്കിൽ. അത്തരത്തിൽ പെട്ടെന്ന് അവോയ്ഡ് ചെയ്യാൻ, ഫിസിക്കലി മാറ്റി നിർത്താൻ പറ്റാത്ത ചില ബന്ധങ്ങളുള്ള ആളാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനസ്സുകൊണ്ട് ആ വ്യക്തിയെ ഉപേക്ഷിക്കാൻ തയ്യാറാവണം, മാറ്റി നിർത്താൻ തയ്യാറാവണം എന്നുള്ളതാണ്. മറ്റൊരർത്ഥത്തിൽ ചുരുക്കി പറഞ്ഞാൽ അവർക്ക് പുല്ലുവില കൽപ്പിക്കാൻ തയ്യാറാവണം എന്നതാണ്. മാത്രവുമല്ല അവരോട് അതിനുശേഷം ഒരു തർക്കത്തിനും പോകാതിരിക്കുകയും ചെയ്യണം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും അവരിലുള്ള നെഗറ്റിവിറ്റി നമ്മളുടെ മനസ്സ് നമ്മളിലേക്ക് ഏറ്റെടുക്കാതിരിക്കാൻ പറ്റും. അവർ അവിടെ എവിടെയെങ്കിലും ഉണ്ടായിക്കോട്ടെ, പക്ഷേ മനസ്സുകൊണ്ട് അവരെ പൂർണ്ണമായും എഴുതി തള്ളുക എന്നുള്ളതാണ്. കാരണം നമ്മളുടെ ജീവിതമാണ് പ്രധാനം എന്ന് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞല്ലോ. അതിനോടൊപ്പം തന്നെ ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ബി വിത്ത് ദ പോസിറ്റീവ് പീപ്പിൾ. ഒരു വശത്ത് ഇത്തരത്തിലുള്ള നെഗറ്റീവ് ആളുകളെ അകറ്റി നിർത്തുന്നതോടൊപ്പം പോസിറ്റീവായ ആളുകളുമായും നിങ്ങൾക്ക് ബന്ധമുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത്രയധികം പോസിറ്റിവിറ്റി നൽകുന്ന ഒരു കൂട്ടം ആളുകളുടെ കൂടെ നിങ്ങൾക്ക് ബന്ധമുണ്ടായിരിക്കണം. അത്തരത്തിലുള്ള ആളുകളുമായി കണക്റ്റഡ് ആയിരിക്കണം. ഒരു പക്ഷേങ്കിൽ ചില നിങ്ങളുടെ ജീവിത അനുഭവങ്ങൾ കൊണ്ട് നിങ്ങൾ ചിന്തിച്ചേക്കാം, അത്തരത്തിലുള്ള ആളുകൾ ഈ ലോകത്ത് എവിടെയുമില്ല, അല്ലെങ്കിൽ ഞാൻ എവിടെ പോയി അത്തരത്തിലുള്ള ആളുകളെ തേടി കണ്ടുപിടിക്കാനാണ് എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. അതിന് നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്ത് മനസ്സിനെ പോസിറ്റീവായി നിലനിർത്തിയാൽ മാത്രം മതി. അത്തരത്തിലുള്ള ആളുകൾ നിങ്ങളിലേക്ക് അട്രാക്റ്റായി വന്നുകൊണ്ടിരിക്കും. അത് പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഒന്നിനെയും വല്ലാതെ ജഡ്ജ് ചെയ്യാൻ നിൽക്കാതിരിക്കുക എന്നുള്ളതാണ്. ഒന്നിനെയും ഗുഡ് ഓർ ബാഡ് എന്ന് പറഞ്ഞ് നമ്മൾ സ്വയം ഒരു ജഡ്ജ്മെന്റിലേക്ക് എത്തിച്ചേരാതിരിക്കുക എന്നുള്ളതാണ്. എല്ലാറ്റിലും അല്ലെങ്കിൽ എല്ലാവരിലും നല്ലതും ചീത്തയും ഉണ്ട് എന്ന് തിരിച്ചറിയുക. എൻ്റെ ശരി നിങ്ങൾക്ക് തെറ്റും, എൻ്റെ തെറ്റ് നിങ്ങൾക്ക് ഒരുപക്ഷെങ്കിൽ ശരിയുമായിരിക്കും. ഒന്നും ശാശ്വതമല്ലെന്നും എല്ലാം ആപേക്ഷികമാണ് എന്നും മനസ്സിലാക്കി ഒന്നിലും എക്സ്ട്രീം ലെവൽ ആവാതിരിക്കുക എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഫൈൻഡ് ന്യൂ ഹോബീസ് എന്നുള്ളതാണ്. ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. ഇത് എന്തിനാണ് എന്നറിയാമോ? നിങ്ങളുടെ ജീവിതം സ്ഥിരമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ടാവും.
ചില വ്യക്തികളായും സാഹചര്യങ്ങളായും ഒക്കെ. അങ്ങനെ ആ പാറ്റേണിൽ വന്നു പോകുന്ന വ്യക്തികളും സാഹചര്യങ്ങളും ഒക്കെ നമ്മളെ വല്ലാതെ സ്വാധീനിക്കുന്നുമുണ്ടാവും. എന്നാൽ നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള, സമയം പോകുന്നത് പോലും അറിയാതെയുള്ള, നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ദിവസവും 1-2 മണിക്കൂറെങ്കിലും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്ത ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് റിലാക്സേഷൻ കിട്ടുവാനും നിങ്ങളുടെ മനസ്സിനെ പോസിറ്റീവായി നിലനിർത്താനും സാധിക്കും. അതുപോലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ള അനുഗ്രഹങ്ങളെയും പോസിറ്റീവ് കാര്യങ്ങളെയും എണ്ണുകയും അവ എഴുതി വെക്കുകയും ചെയ്യുക എന്നുള്ളത്. അങ്ങനെ എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇല്ലാത്ത കാര്യങ്ങളെ പറ്റി ഓർത്ത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യവശാൽ നിങ്ങളുടെ മനസ്സ് നെഗറ്റീവ് ആകുമ്പോൾ ബോധപൂർവം നിങ്ങളുടെ മനസ്സിനെ ഷിഫ്റ്റ് ചെയ്ത് നേരത്തെ എഴുതി വെച്ചിട്ടുള്ള നിങ്ങൾക്ക് ഉള്ളതിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പോസിറ്റിവിറ്റിയിലേക്ക് മനസ്സിനെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്ത കാര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ മനസ്സ് റിലാക്സ്ഡ് ആവുകയും നിങ്ങളുടെ മനസ്സിൽ പോസിറ്റിവിറ്റി നിലനിർത്താൻ സാധിക്കുകയും ചെയ്യും. ഇങ്ങനെ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ഇല്ലായ്മയിൽ നിന്ന് പോസിറ്റിവിറ്റിയിലേക്ക് മനസ്സിനെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ഉണ്ടാകുന്ന മാറ്റം അത്ഭുതകരമായിരിക്കും. മറ്റൊന്ന്, എപ്പോഴും പോസിറ്റീവായിരിക്കാൻ അല്ലെങ്കിൽ നെഗറ്റീവായ സാഹചര്യങ്ങളിൽ മുക്തി നേടാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പരാതി പറച്ചിൽ നിർത്തുക എന്നുള്ളതാണ്. അതായത് എന്തിനും പരാതി പറഞ്ഞ് എന്തിനും ഏതിനും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് നിർത്തി നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി സൊല്യൂഷൻസിനെ പറ്റി ചിന്തിക്കുക എന്നുള്ളതാണ്. അതിനു പകരം എപ്പോഴും പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശീലം നിങ്ങളെ ദുർബലപ്പെടുത്തും, നിങ്ങളിലേക്ക് നെഗറ്റിവിറ്റി നിറച്ചു കൊണ്ടുവരുന്നതിന് അത് കാരണമാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാമോ? നിങ്ങൾക്ക് ഒരിക്കലും ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി, മറ്റുള്ളവരുടെ തൃപ്തിക്ക് വേണ്ടി, മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആരുടെയും സിമ്പതി പ്രതീക്ഷിച്ചും ഒന്നും ചെയ്യാതിരിക്കുക. നോ പറയേണ്ടടുത്ത് കൃത്യമായി നോ പറയാൻ പരിശീലിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അത് നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടുകയും ധൈര്യം കൂട്ടുകയും അതിലൂടെ നിങ്ങളിലേക്ക് പോസിറ്റിവിറ്റി നിറയുകയും ചെയ്യും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫേസ് യുവർ ഫിയർ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് ചെയ്യാൻ ഏറ്റവും അധികം ഭയമുള്ള കാര്യം ആ ഭയത്തോടെയാണെങ്കിലും ഒരു വെല്ലുവിളിയായി അത് ഏറ്റെടുത്തുകൊണ്ട് ശ്രമകരമായിട്ടാണെങ്കിലും ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി ചെയ്യുക എന്നുള്ളതല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള എന്നാൽ ഭയം കാരണം ചെയ്യാതിരുന്ന കാര്യം സ്വയം ഏറ്റെടുത്ത് ചെയ്യുക എന്നുള്ളതാണ്. അത്തരത്തിൽ അതിനെ സമീപിച്ച് ചെയ്യുന്തോറും അതിനോടുള്ള ഭയം മെല്ലെ മെല്ലെ ഇല്ലാതായി വരുന്നത് കാണാം. എന്ന് വെച്ചാൽ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ മടിയോ ഭയമോ ഇല്ലാത്തവരായി മാറുക. നിങ്ങൾക്ക് ചെയ്യാൻ ഭയമുണ്ടായിരുന്ന ഒരു കാര്യം ഭയത്തോടെയാണെങ്കിലും നിങ്ങൾ ചെയ്ത് ഒന്ന് വിജയിച്ചു നോക്കൂ. അതിലൂടെ നിങ്ങൾക്കുണ്ടാകുന്ന ആത്മവിശ്വാസം എത്രത്തോളമാണെന്നും അതിലൂടെ ഏതു സാഹചര്യം വന്നാലും, എന്തൊക്കെ ഇമോഷൻസ് ഉണ്ടാവേണ്ട സാഹചര്യം വന്നാലും നിങ്ങൾക്ക് നിങ്ങളിൽ പോസിറ്റീവ് ഇമോഷൻസ് നിലനിർത്താൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിനേക്കാളൊക്കെ വളരെ പ്രധാനപ്പെട്ട മറ്റു ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. നിങ്ങൾക്ക് സ്വയം പറ്റുന്ന തെറ്റുകൾക്ക് സ്വയം ക്ഷമിക്കാൻ പഠിക്കുക എന്നുള്ളതാണത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ സംഭവിക്കുന്ന ചെറുതും വലുതുമായ ചില തെറ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ സംഭവിക്കാൻ നിങ്ങൾക്ക് തന്നെ പെർമിഷൻ കൊടുക്കുക എന്നുള്ളതാണ്. തെറ്റുകളില്ലാതെ ആരും ഈ ലോകത്ത് വളരുകയില്ല. തെറ്റുകൾ സംഭവിച്ച് തന്നെയാണ് എല്ലാവരും വളരുക. ഒരുപാട് തവണ വീണിട്ട് തന്നെയാണ് നമ്മൾ നടക്കാൻ പഠിച്ചിട്ടുള്ളത്, ശരിയല്ലേ? അതുകൊണ്ട് തെറ്റുകൾ സംഭവിക്കാനുള്ള പെർമിഷൻ നിങ്ങൾക്ക് തന്നെ നൽകുക. ഞാൻ എപ്പോഴും ഏതിലും പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് വാശി പിടിക്കാതിരിക്കുക. ഇത് നിങ്ങളെ വളർത്തുന്ന അല്ലെങ്കിൽ തളർച്ചയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾ നെഗറ്റീവ് സാഹചര്യങ്ങളിൽ വീണു പോകാതിരിക്കാനും, അഥവാ വീണു പോയിട്ടുണ്ട് എങ്കിൽ അതുമല്ലെങ്കിൽ നമ്മളിലേക്ക് വന്നു ചേരുന്ന നെഗറ്റീവ് സാഹചര്യങ്ങളെ
വളരെ എളുപ്പത്തിൽ ചെറുത്ത് തോൽപ്പിക്കാനും സാധിക്കും എന്നുള്ളതാണ്. അത്തരത്തിൽ എല്ലാ ആളുകൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ വീഡിയോയെ പറ്റിയുള്ള കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക. ഈ ഇത്തരത്തിലുള്ള വീഡിയോകൾ വീണ്ടും ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.